നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കേസിൽ, ഒരു സർവീസ് സംബന്ധമായ കേസിൽ നിങ്ങൾ നടത്തിയ ക്രമക്കേട് ഒരു പക്ഷേ ചെറിയ തുകയ്ക്കുള്ള ക്രമക്കേടായിരിക്കാം നടത്തിയത്. എന്നാലും അതിൻ്റെ ശിക്ഷ അതുകൊണ്ട് കുറയണമെന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ കൈക്കൂലി വാങ്ങിയ തുക വെറും 1000 രൂപയാണെന്നിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ തുടരെ കൈക്കൂലി വാങ്ങുകയും അത് തെളിവോടുകൂടെ പിടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശിക്ഷയ്ക്ക് അർഹനാണെന്നാണ് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് വിധി. ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ പലപ്പോഴും യാത്രക്കാർക്ക് കുറഞ്ഞ ടിക്കറ്റ് കൊടുക്കാതിരിക്കുക, അങ്ങനെ ക്രമക്കേടുകൾ പതിവായി നടത്തി വന്നു. കുറച്ച് ദിവസം അയാളെ നിരീക്ഷിച്ചതിനെ തുടർന്ന് അയാളുടെ ക്രമക്കേട് കണ്ടുപിടിക്കപ്പെടുകയും അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അയാൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലും ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും പോയി. പക്ഷേ അയാളുടെ ശിക്ഷാവിധി ശരിവയ്ക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതി പറഞ്ഞ കാര്യം ആ തുക എത്ര വലുതാണോ ഇല്ലയോ എന്നുള്ളതല്ല, അയാൾ നിയമം ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് കാര്യം. ചെറിയൊരു തുകയാണെന്ന് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അയാളെ വെറുതെ വിടാൻ കഴിയില്ല. അയാൾ നിയമം ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ചെറിയ ചെറിയ കൈക്കൂലികൾ, ചെറിയ തിരിമറികൾ നടത്തിയാൽ നിങ്ങൾക്ക് കേസിൽ നിന്ന് ഊരിപ്പോകാം എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. സുപ്രീം കോടതി പറയുന്നത് നിങ്ങളുടെ ശിക്ഷാവിധി അത് നിയമത്തിന് വിരുദ്ധമാണോ, കണക്കിലെടുക്കേണ്ട റിലവൻ്റായിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്തിട്ടുണ്ടോ, കണക്കിലെടുക്കാൻ പാടില്ലാത്ത ഇറലവൻ്റായിട്ടുള്ള ഫാക്ടേഴ്സ് കണക്കെടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശിക്ഷാവിധി തീരുമാനിക്കുമ്പോൾ കോടതി കണക്കിലെടുക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ 500 രൂപയാണ് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശിക്ഷാവിധി ഇളവ് ലഭിക്കാൻ ഇടയില്ല. ഇതെപ്പോഴും നിങ്ങളുടെ